ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ അതാ സച്ച് മുഖത്തൊരു മത്തങ്ങ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്താ വീഡിയോ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ബാംഗ്ലൂർക്ക് പോവാണ്. ഞാൻ അമൃത വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ബാംഗ്ലൂർ പോവാണ്, ഇനി അടുത്ത 6 months അവിടെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ദാ ഇന്ന് ഇറങ്ങുകയാണ്. രാത്രിയാണ് ട്രെയിൻ 1:20. അതായത് ടെക്നിക്കലി പറഞ്ഞാൽ പിറ്റേ ദിവസം പുലർച്ച അങ്ങനെയാണ് ട്രെയിന് വരുന്നത്. സച്ചുവിനെ ഞാനൊരു പൊട്ട് വാങ്ങാൻ വിട്ടതാണ് ഗൈസ്. സച്ച് പോയിട്ട് ഉഷാവുതിപ്പാക്കണ രീതിയിൽ വലിയൊരു പൊട്ട് വാങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ബെഡ്, ഡ്രസ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും എണ്ണിപ്പെറുക്കി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഫുഡ് കഴിക്കാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഫുഡ്. അപ്പൊ അതും കഴിച്ചിട്ട് കുറച്ചുകൂടി 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കാം വീട് മൊത്തം. എന്തെങ്കിലും ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടോ നോക്കി. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ജേർണി കാണാം. ബെഡൊക്കെ എൻ്റെ ഓൾറെഡി ഉണ്ട്, മറ്റേ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതന്നെ എടുത്ത് പോകാന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനതൊക്കെ പാക്ക് ചെയ്യാണ്, കെട്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ ട്രെയിനിൽ കൊണ്ടുപോകണ്ടല്ലേ, അതുകൊണ്ട് പേപ്പറൊക്കെ ആയിട്ട് കവർ ചെയ്തു. പിന്നെ അതാ ഇറങ്ങായി, ടൈമായി. അപ്പൊ ഗൈസ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. അപ്പൊ നിങ്ങൾ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആയി നമ്മളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവർക്കും സച്ചുവിനൊക്കെ ഭയങ്കര സന്തോഷാണ് ഗൈസ്. കാരണം എന്താ, കറങ്ങാൻ പോവാന്നുള്ള രീതിയിലാണല്ലോ അവള് പോരുന്നത്. ഞാൻ പിന്നെ ഇവിടുത്തെ പോവാണ്. ഇപ്പൊ എന്നാ വരാന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്നാണ് ഇനി തിരിച്ചു വരാന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പോ ബൈ ബൈ റൂമിനോട്. അപ്പതാ പോവാണ് നമ്മള്. ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്, 2 ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട്. അപ്പൊ ആ ലഗേജ് ഒക്കെ കൊണ്ടാണെങ്കിൽ 2 ഓട്ടോ തന്നെ വേണം. നമ്മൾ 4 ആളുണ്ട്, കുറേ ലഗേജും ഉണ്ട്. അപ്പോ 2 ഓട്ടോ നമ്മൾ ഇതാ പറഞ്ഞിട്ടുണ്ട്. ലോലേ ലോലേ ബൈ. ഇതാ ഗൈസ് ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒരു 11:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി, ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ട്. പിന്നെ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ഇവിടെ ലിഫ്റ്റ് ഒന്നും ഇല്ല ഗൈസ്, ആകെ ചതിച്ച്. നമ്മൾ ഇത്രയും ബാഗ് കൊടുത്ത് സ്റ്റെപ്പ് മൊത്തം കയറി ഇറങ്ങേണ്ടി വന്നു. 12:30 ഒക്കെ ആയപ്പോഴേക്കും ട്രെയിൻ വന്നു. അതിൽ കയറി നമ്മളപ്പോൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റിലായി നന്നായി കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ചു. നമ്മൾ ഫുഡ് ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി. ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചധികം യാത്ര ഉള്ളതുകൊണ്ട് നമ്മൾ ഉറങ്ങുക ഗൈസ്. ഉണരുന്നു, വീണ്ടും ഉറങ്ങുന്നു, അങ്ങനെയായിരുന്നു. ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ യശ്വന്ത്പൂർ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു 12:30-12:45 ആയപ്പോൾ നമ്മളവിടെ എത്തി. ട്രെയിൻ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ലിഫ്റ്റ് ഒന്നും ഇല്ല. ഞങ്ങൾ അവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഈ ഇത്രയും ലഗേജ് എടുത്ത് നാട്ടെന്ന്. പിന്നെ നമ്മൾ ടാക്സി നമുക്ക് അറിയണ ഒരു അങ്കിള് വഴി നമുക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തേക്കും ഈ ഒരു ടാക്സിയാണ് നമ്മൾ ഹയർ ചെയ്തത്. ആ അങ്കിളും നല്ല സ്വഭാവമായിരുന്നു. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ അടുത്തുള്ള ഒരു ധാബ പോലത്തെ സ്ഥലത്തു നിന്നാണ് കഴിച്ചത്, ഒരു പഞ്ചാബി ധാബ പോലെ. അപ്പോൾ അവിടുന്ന് ഇതായിരുന്നു നമുക്ക് കിട്ടിയ ഫുഡ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല, ഒരു ഡീസൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ വിലയില്ലായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. നേരെ അവിടുന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് ഓടുന്ന ലഗേജൊക്കെ അന്ന് അവിടെ വെക്കണമായിരുന്നു. പിന്നെ നമ്മൾ ആ സ്ഥലം കണ്ടിട്ടില്ല, അപ്പോൾ ഒക്കെ ഒന്ന് കാണണം എന്നൊക്കെ പാരൻസിനൊക്കെ കാണണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവാണ്. അവിടെ ഭയങ്കര കുറച്ചും കൂടി ബാംഗ്ലൂരിൻ്റെ തിരക്കൊക്കെ മാറിയുള്ള ഒരു സ്ഥലമാണ്. സെൻറ്റർ ഓഫ് നാനോ ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഫസ്റ്റ് 2 മാസം നമ്മുടെ വർക്ക്. അപ്പോൾ അവിടെ എത്തി. അവിടെയുള്ള ഒരു PhD ചേട്ടനാണ് നമുക്കുള്ള എല്ലാ ഹെൽപ്പും ചെയ്തത്. നമുക്ക് റൂം തിരയലും റൂം കണ്ടുപിടിക്കലും ഒക്കെ ആ ചേട്ടനാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ആ ചേട്ടൻ നമ്മളെ കൂട്ടാൻ വരികയും ചെയ്തു. അവിടെയൊക്കെ കാണിച്ചു കൊടുത്തു, പാരൻസിന് കോളേജ് മൊത്തം കാണിച്ചു കൊടുത്തു. എനിക്ക് ക്യാമ്പസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല പച്ചപ്പും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ റൂം കാണാനായിട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇനിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അമ്മ ഇന്നെ പിരിയുന്ന വിഷമത്തിലാണ് ഗൈസ്. അപ്പോൾ അതാ ഈ ചേച്ചിയാണ് എൻ്റെ റൂംമേറ്റ്. ഞാനപ്പോൾ നമ്മുടെ വീട് മൊത്തം ഒന്ന് വേഗം കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ പാരൻസിൻ്റെ ഒപ്പം തിരിച്ചു പോന്നു.
അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ ഇന്ന് രാത്രി അവിടെ സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ രാത്രി ട്രാവൽ ചെയ്തു. അവിടുത്തെ ലൈറ്റും എഫക്റ്റും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വൈബേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ട്രീറ്റ് പോവാം എന്നുള്ളൊരു പ്ലാന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ സ്ട്രീറ്റ്സ് കവർ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ നൈറ്റ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ശിവാജി നഗർ പോയി. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ കുറേ ഒന്നും വാങ്ങിയില്ല. വലിയ ലാഭമൊന്നും നമുക്ക് തോന്നിയിട്ടുമില്ല കേട്ടോ ആ ഭാഗത്ത്. അപ്പോൾ ഞാനൊരു ചെരുപ്പ് വാങ്ങി, ഒരു ജീൻസും വാങ്ങി. അമ്മ ഒന്നോ രണ്ടോ ഡ്രസ്സ് എങ്ങാനും വാങ്ങി. അത്രേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില കടയിലൊക്കെ ഭയങ്കര ഈ ലെഹങ്ക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ കട കാണിച്ചത്. പിന്നെ അതിലെങ്ങനെ ചുമ്മാ അങ്ങനെ നടന്നു. പിന്നെ ഓൾറെഡി ബാംഗ്ലൂരിലുള്ളവർക്ക് ഇതൊക്കെ എന്താണെന്ന് തോന്നുന്നു. പക്ഷെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പുതുമുണ്ടായിരുന്നു. അപ്പോഴേക്കും വയറ് വിളിക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പൊട്ടേറ്റോ ഫില്ല് ചെയ്ത് എന്തൊരു ബണ്ണ് പോലത്തെ സാധനമാണ് അച്ഛനും അമ്മയൊക്കെ വാങ്ങിയത്. ഞാനും സച്ചും കൂടി ഒരു ചിക്കൻ ഫിൽഡ് ബൺ, അത് നമ്മൾ ഒരു ഹാഫാക്കി. പിന്നെ സച്ചു ഒരു ജ്യൂസും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞാൻ സച്ചുവിനെ കൊണ്ട് മിനിസോല് കയറി. എന്തോ ഒരു ഡോള് വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ വാശി പിടിച്ച് ലാസ്റ്റ് അതും വാങ്ങി അവിടുന്ന് പോന്നു. പിന്നെ നമ്മൾ ഫുഡ് പാർസൽ വാങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ബിരിയാണി റൈസും അവിടുത്തെ നല്ല ഫ്രൈഡ് ചിക്കനും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യമാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ദേ കിടന്നുറങ്ങി. രാവിലെ നീച്ചു. ഞാനും അച്ഛനും നേരെ ചായ കുടിക്കാൻ പോയി. കാരണം ഞങ്ങളാണ് വീട്ടിലെ ചായക്കാർ. പക്ഷെ നല്ല തണുപ്പായിരുന്നു. ഞാൻ തണുത്ത് വിറച്ച സ്വെറ്ററും ചൂനി അമ്മേനെയൊക്കെ കൂട്ടി വീണ്ടും തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊരു ചെറിയൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ രാവിലെയൊക്കെ ഫുഡ് കഴിച്ചത്. അപ്പോൾ നല്ല അടിപൊളി ചൂടുള്ള ദോശ. ഇവിടെ മലയാളീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സംസാരിക്കാനും ലാംഗ്വേജ് ഒരു പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സച്ചു പൊറോട്ടയാണ് വാങ്ങിയത്, ഞാൻ ചപ്പാത്തിയാണ് വാങ്ങിയത്. ചപ്പാത്തി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ റൂമിൽ പോയിട്ട് ബാക്കി ബാഗ്, അമ്മയുടെ അച്ഛൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട്, കാരണം അന്ന് ചെക്കൗട്ട് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഒരു സൊസൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു, സിൽക്കിൻ്റെ ഒക്കെ, മൈസൂർ സിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സാരിയൊക്കെ കിട്ടുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോണ വഴിയാണ് ഗൈസ്. അപ്പം പോണ വഴി നമ്മൾ ചിന്നസ്വാമി സ്റ്റേഡിയം കണ്ടു. ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് ഈ സൊസൈറ്റി എന്ന് പറയുന്നതിലേക്ക് കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. അധികം ദൂരം ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതാ മൈസൂർ സാരി മന്ദിർ. അങ്ങനെ സാരിയൊക്കെ നോക്കി അമ്മ അവിടെ നിന്ന് ഒരു സാരിയും പിന്നെ അച്ഛൻ അവിടെ നിന്ന് ഒരു കുർത്തയും എടുത്തു. നമ്മൾ ബില്ലൊക്കെ ആക്കി. അവർ പറഞ്ഞു അവരെ ഫാക്ടറി ബാക്കിലുണ്ട്, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫാക്ടറി കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി 1-2 മെഷീൻ മാത്രമേ ഉള്ളൂ. ഇനി വേറെ വലിയ ഫാക്ടറി അടുത്ത് ഉണ്ടാവുമായിരിക്കാം, അത് നമ്മൾ കണ്ടില്ല. ഇതാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അവിടെ ഇതിന് ഭയങ്കര കുറച്ചേ ഉള്ളൂ എങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു രസം. കുറേ നൂലും അവരുടെ ആ ഒരു സെറ്റപ്പ് ഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്കൊരു രസം. നമ്മളിപ്പോൾ ഷോപ്പിൽ കണ്ട പോലത്തെ സാരിയൊക്കെ ഇവിടെ നെയ്യണതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ഗോൾഡൻ ബോർഡറിലാണ് കണ്ടത്. ഈ വൈറ്റ് ആ ഒരു തുണിയാണ് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ മേ ബി വേറൊരു സ്ഥലത്ത് ഉണ്ടായിരിക്കാം. എന്തായാലും സാരീസ് കൊള്ളാം. നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടാൽ. പിന്നെ നല്ല കളർ കോമ്പിനേഷൻസ്, നല്ല സിൽക്ക് സാരീസാണ്. അപ്പോൾ സിൽക്ക് സാരീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് നോക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്കൊരു കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ അടുത്ത ബന്ധുക്കളുടെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ ചിക്കോട്ട് പോയി. അപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും വിശപ്പിൻ്റെ വിളി കാരണം ഒരു ജ്യൂസ് കുടിച്ചു. റാഗി മിൽക്ക് ഷേക്കാണ് ഞാൻ കുടിച്ചത്. അമ്മ തന്നെയാണ് കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സച്ചു കിവിയാണ് കുടിച്ചത്. വലിയ പേരൊക്കെ നല്ല ഹൈഫൈ പേരാണല്ലോ, കിവി. അങ്ങനെ വാങ്ങിയതാണ് അവള്. പക്ഷെ അത് നല്ല പുളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാനൊരു സ്വീറ്റ്സ് വാങ്ങി. ഞാൻ വാങ്ങിയത് കാജു റോളാണ്.
സച്ചു വാങ്ങിയത് ഗുലാബ് ജാമുനാണ്. എന്നിട്ട് അതും കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് നമ്മൾ അവിടെ നല്ല കുറേ ഫ്രഷ് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഓൺ ദ വേ. പക്ഷെ ഇച്ചിരി നല്ല ക്രൗഡഡ് ആണ് സ്ഥലം, നമ്മൾ കണ്ടുപിടിച്ച് കയറണം. പക്ഷെ നമ്മൾ ഇന്നലെ പോയ മാർക്കറ്റ്സിനേക്കാളൊക്കെ നല്ല ചീപ്പാണ് ഇവിടെ. പിന്നെ പാത്രങ്ങൾക്കൊന്നും അത്ര ചീപ്പൊന്നും വില കുറവൊന്നും നമുക്ക് തോന്നിയില്ല. എനിക്ക് എന്താ പറയുക, റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം അവിടെ നിന്ന് വാങ്ങി. കുക്കർ വാങ്ങി, അതേപോലെ ദോശച്ചട്ടി, കറി വെക്കുന്ന പാത്രം, എന്താണ് പറയുക, ചോറ് ഉണ്ടാക്കുന്ന പാത്രം, അങ്ങനെ പല പല പാത്രങ്ങൾ ഒക്കെ വാങ്ങി നമ്മൾ അവിടെ. പാത്രങ്ങൾ നമ്മൾ അവിടെ വാങ്ങി. പക്ഷെ അതിന് മാത്രം പാത്രങ്ങൾക്ക് നമ്മൾ ലാഭമൊന്നും തോന്നിയില്ല. പിന്നെ പച്ചക്കറി വാങ്ങി, സ്വീറ്റ് പൊട്ടേറ്റോ വാങ്ങി, ഉള്ളി, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി. ഒരുപാട് വാങ്ങിയാൽ കേടായി പോകുമല്ലോ, അപ്പോൾ കുറച്ചൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് നടക്കുകയാണ് പാർക്കിങ്ങിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ആ റോഡൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ പോലെ നല്ല ക്രൗഡഡാണ്. ചെറിയ റോഡ്, അതിൽ കൂടെ വണ്ടിയും ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല ക്രൗഡഡാണ്. പക്ഷേ ഡ്രസ്സിനൊക്കെ ഇച്ചിരി ചീപ്പാണ്, സാധനങ്ങൾക്ക് കുറച്ച് ചീപ്പാണ്. പിന്നെ നമ്മൾ ഓൺ ദ വേ നമ്മൾ വിധാൻ സൗദിയും വികാസ് സൗദിയൊക്കെ കണ്ടു. നമുക്കിങ്ങനെ അത്ഭുതമായി പോകും. എന്തോരം ആർക്കിടെക്ചറാണ്, അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റിയില്ല, പുറത്ത് പോണ വഴി കാണാൻ മാത്രമേ പറ്റിയുള്ളൂ. അപ്പോൾ ഒന്നാമത് നല്ല സമയം കുറവായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ രാത്രി 8 മണിക്കാണ് ട്രെയിന്. അപ്പോൾ അതിന് മുന്നേ എന്നെ തിരിച്ചു കൊണ്ടേ ആക്കണം, കുറച്ചൊന്ന് അവിടെ സെറ്റിലാക്കി തരണം എന്നുള്ള ഉദ്ദേശത്തോടെയൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കേണ്ട കഥയൊന്നും പറയണ്ട ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ആകെ ഓർഡർ ചെയ്തത് 3 ഫിഷ് മീൽസും 1 ഫിഷ് ഫ്രൈയും 1 ബിരിയാണിയാണ്. ബില്ല് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞെട്ടി ഗൈസ്. 2000 എത്രയോ രൂപ കൊടുക്കേണ്ടി വന്നു. എനിക്ക് അവിടെ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കിലാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചു പോകുന്നത്. അതിനൊക്കെ ശേഷം അച്ഛനും അമ്മയും ഇതാ എന്നെ കൊണ്ടുവന്നാക്കി, അവരിതാ തിരിച്ചു പോകണു. എനിക്കിങ്ങനെ ഗൈസ് ഇമോഷണലി ഉണ്ടല്ലോ, ഞാൻ മുൾമുനയിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അധികം പറഞ്ഞൊന്നും വലിച്ചു നീട്ടുന്നില്ല, അറിയാലോ ആ ഒരു ഫീലിങ്. അപ്പോൾ അതേ അവർ പോയി, ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ അതാ രാവിലെ ഇവിടെ നല്ലൊരു വൈബാണ് ഗൈസ്. അമ്പലമുണ്ട്, അമ്പലത്തിലെ പാട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇനി എൻ്റെ ജീവിതം. ഇനി കുറച്ചു കാലം നമുക്ക് ബാംഗ്ലൂർ വ്ളോഗ്സ് ആയിട്ട് വീണ്ടും കാണാം. സോ ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ?